എന്തുകൊണ്ടാണ് ഞാൻ AI വീഡിയോ സെലക്ട് ചെയ്തത് എന്ന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. നിനക്കല്ലാതെ ഫേസൊക്കെ കാണിച്ച വീഡിയോ ചെയ്തുകൂടെ, കുക്കിംഗ് വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നും ഡെയിലി കണ്ടൻറ്റിന് വേണ്ടി പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ AI സെലക്ട് ചെയ്തത്. പിന്നെ കുക്കിംഗ് വീഡിയോ ആയാലും അല്ലാതെ ബ്യൂട്ടി വ്ളോഗ്സ് ഒട്ടും താല്പര്യമില്ല. കുക്കിംഗ് വീഡിയോ ആയിരുന്നാലും അങ്ങനെയുള്ള വീഡിയോസ് എടുത്തു തരാൻ എനിക്ക് ആരും വീഡിയോ എടുത്തു തരാനില്ല. പിന്നെ കുക്കിങ്ങിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അങ്ങനെയാണ് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റേതായ പാടുകളുണ്ട്. നമ്മളൊരു മാറ്ററെല്ലാം ഉണ്ടാക്കി, ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് AIക്ക് കൊടുത്തു. അത് AI ചെയ്ത് തരുമ്പോൾ അത് ക്ലിയറാണോ എന്നൊക്കെ നോക്കി അത് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പാടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ചില വീഡിയോസിന് വ്യൂസ് കൂടുന്നുണ്ട്. ചിലതിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വ്യൂസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. 2, 10 ചില വീഡിയോസ് 0 ആയിരുന്നു വ്യൂസ്. 0 വ്യൂസ് ഉള്ളതിനെയൊക്കെ ഞാൻ വ്യൂസ് കുറവ് അത് മാത്രമല്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് പോലുമില്ല. അതായത് ഒരു ചാനൽ ഡെഡായതുപോലെയാണിപ്പോൾ. പിന്നെ എനിക്ക് പഠിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും മാത്രമാണ് കഴിവുള്ളത്. അല്ലാതെ എനിക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാനോ ബ്യൂട്ടി വ്ളോഗ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പിന്നെ AI സെലക്ട് ചെയ്യായിരുന്നു. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾക്കനുസരിച്ച് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി AIക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ചിലപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 2-3 ദിവസം കൊടുത്ത് അത് റെഡിയാക്കി എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വ്യൂസ് കൂടും. നോർമൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും ഡെയിലി കണ്ടൻറ്റിന് ക്ഷാമമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി വ്ളോഗൊക്കെ ചെയ്യുന്നവരായിരിക്കണം. അതാകുമ്പോൾ കുറേ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനങ്ങനെ ബ്യൂട്ടി പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ വേറെ ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ ട്രാവലിംഗ് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുമ്പം തന്നെ ഛർദ്ദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അപ്പോൾ ട്രാവലിംഗ് വ്ളോഗും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ വീഡിയോസിനും വ്യൂസ് കുറയുമ്പോഴും സബ് കൂടാതിരിക്കുമ്പോഴും തോന്നും നിനക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല ഇത് എന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്തോ വീണ്ടും എന്തെങ്കിലും ഒരു AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടും. കാര്യം അതായത് നമ്മളെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്താലല്ലേ റിസൾട്ട് ഉണ്ടാവും. പക്ഷേ പാവി ചെല്ലുന്നോളം പാതാളം എന്ന് പറഞ്ഞ കണക്കാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, അതായത് ഈ ഫീൽഡിൽ വരുന്നുണ്ട്. പക്ഷെ ചിലവരുടെ ചാനൽ പെട്ടെന്ന് അങ്ങ് ക്ലിക്കാവും. വ്യൂസൊക്കെ കൂടി പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി ക്ലിക്കാവും. പക്ഷെ ചിലവരുടെ ചാനലുകൾ ഇതുപോലെ എൻ്റെ ചാനൽ പോലെ തന്നെ വ്യൂസ് കുറവ്, സബ് കൂടുന്നില്ല, അങ്ങനെയൊക്കെ ആവും. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷമാവും. ഒരുപാട് വീഡിയോസ് ഇട്ടു. പക്ഷേ ആ വീഡിയോസിൻ്റെ എണ്ണം കൂടുതലാണ്, അതിനനുസരിച്ചുള്ള റിസൾട്ടൊന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ വ്യൂസും സബ്ബും ഒന്നും കൂടാതെ അങ്ങനെ ചാനൽ ഡെഡായി പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് ഈ ന്യൂ യൂട്യൂബേഴ്സ് എല്ലാം ഒന്ന് നിർത്തിയാലോ എന്ന് തോന്നുന്നത്. അതായത് ഇത് നമുക്ക് പറ്റത്തില്ല എന്നൊരു മനസ്സിൽ ഒരു ഇത് തോന്നുന്നത്, ഇത് വേണ്ട എന്ന് തോന്നുന്നത്. നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടിയാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും അതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അതായത് ഓഡിയൻസ് കൈയടിച്ചാലല്ലേ സ്റ്റേജിലുള്ളവർക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നല്ല പെർഫെക്റ്റ് എന്ന് കരുതി ചെയ്യുന്ന നമ്മുടെ മാക്സിമം എഫേർട്ടൊക്കെ ഇട്ട് ഒരു AI വീഡിയോ ആയാലും അല്ലാതെ നോർമൽ വീഡിയോസ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നാലും കണ്ടൻറ്റെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കും, 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കും, വ്യൂസില്ല, 0 വ്യൂസ്, 10, 2 അങ്ങനെയുള്ള വ്യൂസുകൾ വരുമ്പോൾ നമുക്ക് തോന്നും, ഒരുതരം മരവിപ്പ് തോന്നും. ഇല്ല, ഞാൻ എത്ര ചെയ്തിട്ടും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ടില്ല, വ്യൂസില്ല, അതായത് ചാനൽ ഡെഡ് കണ്ടീഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ യൂട്യൂബേഴ്സ് പിന്നെ വീഡിയോ ഇടാതിരിക്കും. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനും പിന്നെ വീഡിയോ ഇടുന്നത് കാര്യം നമ്മൾ എത്ര കിട്ടുന്ന ടൈമിൽ ഓരോ കഥ പോലെ സ്റ്റോറി കണക്ക് ഉണ്ടാക്കിയൊക്കെയാണ് AI ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ വ്യൂസില്ല, 0 വ്യൂസ്. എനിക്ക് അങ്ങനെ 0 വ്യൂസുള്ള എത്രയോ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഹാർഡ് വർക്കിൻ്റെ കൂടെ ഒരു ലക്ക് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ
എനിക്ക് തോന്നുന്നു PSC ആയിരുന്നാലും ഇതുപോലുള്ള യൂട്യൂബ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളായിരുന്നാലും കയറി വരും എന്ന് തോന്നുന്നു. പക്ഷെ ആ ലക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം. കാര്യം PSCക്ക് പോലും അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും ജോലിക്ക് കയറാൻ പറ്റാത്ത അതേ സ്ഥിതി എനിക്കും ഉണ്ടായിട്ടുണ്ട്. ബാക്കി കഥകളൊക്കെ അടുത്ത വീഡിയോയിൽ. പറ്റുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.